ഈ വിജയം ആഘോഷിക്കാനായിട്ട് തവനൂർ യൂത്ത് ലീഗുകാർ കണ്ടുപിടിച്ച മാർഗം എന്ന് വെച്ചാൽ ഒരാടിനെ ഒന്നും അതിലധികം ആടുകളെ കൊലപ്പെടുത്തി സൂപ്പുണ്ടാക്കി എന്നുള്ളതാണ്. ഈ ആട്ട് സൂപ്പുണ്ടാക്കാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ ഇവർ അല്പം അധ്വാനിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആട്ടിന് സൂപ്പുണ്ടാക്കി അത് വഴിപോക്കർക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് വിതരണം ചെയ്ത കാഴ്ച നമ്മൾ ടെലിവിഷനിൽ കണ്ടു. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ജലീലിന് ആട് ജലീൽ എന്ന എന്തോ ഒരു തൂലികാനാമുണ്ട്. എൻ്റെ പുറകിലുള്ള ചേതോ വികാരം എന്താണ്, സൂചിത കഥ എന്താണെന്നും എനിക്കറിയില്ല. ഇദ്ദേഹത്തെ ആട് ജലീൽ എന്നാണ് ലീഗുകാർ പൊതുവിലും യൂത്ത് ലീഗുകാർ പ്രത്യേകിച്ച് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ആട്ടിൻ സൂപ്പ് വെച്ച് വിതരണം ചെയ്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ തവനൂരെ ലീഗുകാർ നല്ല രസികന്മാരാണ്, തമാശക്കാരാണ്. മനുഷ്യ മക്കാരാകാനായിട്ട് അസാമാന്യമായ ബിരുദമുള്ളവരാണ്, പ്രതിഭയുള്ളവരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കുസൃതികൾ ഒപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ യൂത്ത് ലീഗുകാരോടുള്ള ഒരു അഭ്യർത്ഥന. ഏതായാലും സംഗതികൾ ജോറായിട്ട് നടക്കട്ടെ. ജലീൽ സാഹിബ് ഇത്തവണ തോറ്റു, അടുത്ത തവണ വീണ്ടും മത്സരിക്കും. അത് ജയിക്കും, നിയമസഭയിലെത്തും, മന്ത്രിയാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ലാൽസ.